അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. എന്താ മാഡം? എനിക്ക് ഈ മാലയൊന്ന് പണയം വെക്കണമായിരുന്നു. ആ, ഇരിക്കും. എത്ര രൂപയാ വേണ്ടത്? മാക്സിമം എമൗണ്ട് വേണമായിരുന്നു. എത്ര കിട്ടുമെന്നൊന്ന് നോക്കാമോ? ഒരു മിനിറ്റ്, തൂക്കം ഒന്ന് നോക്കി. മാക്സിമം ഒരു 3 ലക്ഷം രൂപ കിട്ടും. അയ്യോ, അത്രേ കിട്ടുള്ളൂ? മാക്സിമം എമൗണ്ടാ മാഡം പറഞ്ഞത്. അതിൽ കൂടുതൽ ബുദ്ധിമുട്ടാ. സംശയം ഉണ്ടെങ്കിൽ മാഡം മറ്റെവിടെയെങ്കിലും ട്രൈ ചെയ്തോളൂ. ശരി, എങ്കിൽ 3 ലക്ഷം മതി. ആ, ബുക്ക് എടുക്ക. ഇതിലെ പേരും അഡ്രസ്സും എഴുതിക്കോ. മാഡത്തിന്റെ പാൻ കാർഡിന്റെ നമ്പർ എഴുതിക്കോ. ഇതിലൊന്ന് സൈൻ ചെയ്യണേ. ഇവിടെ ഇതിലും. വെയിറ്റ് ചെയ്യണേ. ഇതാ മാഡം, 3 ലക്ഷം രൂപയുണ്ട്. റെസിപ്റ്റ് ഇപ്പൊ തരാം. ഓട്ടോ ഇതിനെയാണ് തേടിയ വള്ളി കാലി ചുറ്റി എന്നൊക്കെ പറയുന്നത്. നീ എന്റെ ഓട്ടയ്ക്ക് എന്നെ കൈ കാണിച്ചല്ലോ, നന്നായി. എന്തായാലും മാറങ്ങോട്ട്. അയ്യോ, അങ്ങ് പോയാലോ കൂട്ടുകാരി, നിക്കുന്നേ. ഓട്ടോ ചേട്ടാ, ഇത് പിടിച്ചേ. എന്നിട്ട് വണ്ടി നേരെ വിട്ടുപൊക്കോ. ഞങ്ങൾക്ക് കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറയണ്ട, പൊയ്ക്കോ. ഞാൻ സത്യത്തിലേ നിന്നെയും നിന്റെ അനാഥനായ കെട്ടിയവരും തപ്പിയിറങ്ങിയതാ. അല്ല, എവിടെ പോയി പുള്ളിക്കാരൻ? ഒരാവേശത്തില് സർവ്വതും ഉപേക്ഷിച്ച് ഈശ്വരമംഗലത്തുനിന്ന് ഇറങ്ങി ഉണ്ണാനുമില്ല, ഉടുക്കാനുമില്ല, ഉറങ്ങാനും ഗതിയില്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെയെങ്കിലും പോയി ചത്തു കാണുമെന്നാ ആ ഈശ്വരമംഗലത്തെ എല്ലാരും കരുതി വെച്ചേക്കുന്നെ. സത്യം പറഞ്ഞ പത്രം വായിക്കാത്ത ആളായിരുന്നു ഞാൻ. ഇപ്പൊ സ്ഥിരമായിട്ട് പത്രങ്ങൾ അരിച്ചു പെറുക്കിയ വായിക്കുന്നേ. പക്ഷെ ചരമക്കോളാണെന്ന് മാത്രം. അജ്ഞാത മൃതദേഹങ്ങൾ എന്നും പറഞ്ഞ് വലുത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ തുടങ്ങി ഞാൻ. അല്ല, എന്തു പറ്റി? ചാമ മനസ്സ് തോന്നിയില്ലേ രണ്ടെണ്ണത്തിനും? അതോ അവനെ അങ്ങ് തട്ടിയോ കൂട്ടുകാരി? എന്നിട്ടിങ്ങനെ ഊരുതണ്ടി നടക്കുകയാണോ? ലോകത്തെ മുഴുവൻ പറ്റിച്ചും കള്ളം പറഞ്ഞും ചതിച്ചും ജീവിക്കുന്ന നീയൊക്കെ ഇങ്ങനെ വടി പോലെ നിൽക്കുമ്പോ ഞങ്ങൾ എന്തിനു ചാവണം? ഓക്കെ ഓക്കെ ഓക്കെ, പക്ഷേ ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. എങ്ങനെയായാലും ജീവിക്കണം, അതും രാജ്ഞിയായിട്ട് തന്നെ. അതാണ് ഈ ശിവാനിയുടെ പോളിസി. അല്ല, അമ്മ മഹാറാണി രാവിലെ തന്നെ എങ്ങോട്ടാ എഴുന്നള്ളിയത്? എന്താ പരിപാടി? അയ്യോ, മഹാറാണിയുടെ കഴുത്തിൽ ഈശ്വരമംഗലത്ത് ഇറങ്ങുമ്പോ ഒരു മാല ഉണ്ടായിരുന്നല്ലോ, അതോടെ പോയി. ആ, പണയം വെച്ചാ അതോ വിറ്റാ? രണ്ടായാലും നീ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാ.
നിന്റെ അമ്മ തന്നതാണെന്ന് വലിയ വീമ്പിളക്കിയതായിരുന്നല്ലോ. പക്ഷേ നിന്റെ അമ്മ ആ വീട്ടില് പണം കഴിക്കുന്ന മരം ഒന്നും നട്ടിട്ടില്ല. വിറ്റതായാലും പണയം വെച്ചതായാലും ആ മാല എന്റെ അച്ഛന്റെ അധ്വാനത്തിന്റെ ഫലമാണെന്ന് മോള് മറക്കണ്ട. നീ എന്താ പറഞ്ഞത്? എന്റെ അച്ഛനെന്നോ? ഉദ്ദേശിച്ചത് എന്റെ അമ്മാവനെയാണെങ്കിൽ ആ മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നിനക്ക് നിന്റെ അച്ഛനാണെന്ന് പറയാനുള്ള തൊണ്ടയുടെ ഉണ്ടോടി? നിന്നോടൊന്നും കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക്. നീ നിന്റെ പാട് നോക്കി പോ. അങ്ങനെ പോവല്ലേ. ഒരു പഞ്ച് ഡയലോഗ് എടുത്ത് കീച്ചിട്ട് സ്ലോ മോഷനിൽ അങ്ങ് നടന്നു പോവാന്ന് വിചാരിച്ചോ? ഞാനും കൂടി ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ഉള്ളത് പറയാലോ. വെറും കഴുത്തുമായിട്ട് നീ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴേ എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്ന് അറിയോ കൂട്ടുകാരി നിനക്ക്? ഒരിക്കൽ എനിക്ക് കിട്ടേണ്ട രാജകീയ ജീവിതം എന്നിൽ നിന്നും തട്ടിയെടുത്തോളാം നീ. അന്ന് ഞാൻ ആ പഴയ ദാരിദ്ര്യത്തിലേക്ക് തിരിച്ചു പോയി. പക്ഷെ ഇപ്പോഴോ നിന്റെ കയ്യിലിരുന്ന ആ ജീവിതം ഇപ്പൊ എന്റെ കയ്യില്. ഞാനത് അനുഭവിക്കുന്നു, ആഘോഷിക്കുന്നു. നീ ഇങ്ങനെ തെരുവിൽ അലഞ്ഞു നടക്ക്. ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാ ഒന്നേ ഉള്ളൂ, ജയം. അത് ഈ ശിവാനിക്കാ മോളെ. മത്സരം കഴിയുന്നതിന് മുൻപേ ഫലം പ്രഖ്യാപിക്കല്ലേ ശിവാനി. നിന്റെ തലയ്ക്ക് മുകളിൽ നീ അഭിനയിക്കുന്ന ഗർഭം എന്ന വാള് തൂങ്ങുന്നുണ്ടെന്നുള്ള കാര്യം നീ മറക്കണ്ട. ഞാൻ വീട് വിട്ടിറങ്ങിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. പക്ഷെ നിനക്കങ്ങനെ ഇറങ്ങേണ്ടി വരില്ല. ഒരു ദിവസം നിന്റെ കള്ളങ്ങൾ മുഴുവൻ തിരിച്ചറിയുന്ന പ്രണവ് നിന്നെ പിടിച്ച് വലിച്ചിഴച്ച് ഈശ്വരമംഗലത്തിന്റെ പുറത്തു കൊണ്ടുവന്ന് എറിയും. ഞാൻ ഈശ്വരമംഗലം വിട്ടിറങ്ങുമ്പോ എന്റെ കൂടെ എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. പക്ഷെ നിന്നെ ഈശ്വരമംഗലത്ത് നിന്ന് പുറത്താക്കുന്നത് നിന്റെ ഭർത്താവായിരിക്കും. ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥ കണ്ട് നീ ഒരുപാടങ്ങ് ആഘോഷിക്കണ്ട. ഗൗതമിന്റെ കഴിവിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾ നേടും. നീ നേരത്തെ പറഞ്ഞ ആ വിജയമില്ലേ, അതാരുടെയും സഹായം ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് വന്ന് ചേരുകയും ചെയ്യും. അല്ലെങ്കിൽ നീ ബെറ്റ് വെച്ചോ ശിവാനി. ഈ നഗരത്തിലെ തന്നെ നമ്പർ 1 ബിസിനസ്സുകാരനായി ഗൗതം വളർന്നു കയറുന്നത് ശരവേഗത്തിലായിരിക്കും. കാരണം ഇപ്പൊ ഗൗതമിന്റെ ഊർജം എന്ന് പറയുന്നത് അനുഭവിച്ച അപമാനമാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിലയുള്ളത് സമയത്തിനാണ്. ആ സമയം നിന്നെ പോലെയുള്ള ഒരെണ്ണത്തിന് വേണ്ടി പാഴാക്കാൻ താല്പര്യമില്ല എനിക്ക്. പോടി.